ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് 5 കാർ ഗെയിംസാണ് ഗായ്സ്. അപ്പം നിങ്ങളെല്ലാവരും ഫോർസ ഹൊറിസോൺ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. PC-യിലെ ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു കാർ റേസിങ് ആൻഡ് ഓപ്പൺ വേൾഡ് മിഷൻസൊക്കെ ഉള്ളൊരു കാർ ഗെയിമാണ്. അപ്പോൾ അതിൻ്റെ കോപ്പി ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ ഓഫ്ലൈൻ ഓൺലൈനൊക്കെ കളിക്കാൻ പറ്റുന്നൊരു 4GB കളിക്കാൻ പറ്റുന്ന ഗെയിമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗെയിമിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സിമ്പിളായിട്ട് പ്ലേ സ്റ്റോറിൽ പോകാം. നമുക്ക് സിമ്പിളി പ്ലേ സ്റ്റോറിൽ പോയിട്ട് എൻ്റെ ലിസ്റ്റിലത്തെ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ റെയിലി ഹൊറിസോണാണ്. റെയിലി ഹൊറിസോൺ ഓക്കെ റെയിലി ഹൊറിസോണാണ് കേട്ടോ. റെയിലി ഹൊറിസോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർസൊക്കെ ആയിട്ടുള്ള നല്ല റേസും ഡ്രിഫ്റ്റിംഗ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ഗെയിമാണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓൺലൈൻ ഗെയിമാണ് ഗൈസ്. ഓഫ്ലൈനും കളിക്കാൻ പറ്റുന്നതാണ്. ഈ ഗെയിമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വെറും 389 MB മാത്രമേ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിം തന്നെയാണ്. അപ്പോൾ ഇത് ഗെയിമിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ NFS ആണ്. NFS എല്ലാവർക്കും അറിയാവുന്നൊരു ഗെയിം തന്നെയായിരിക്കും. നമ്മുടെ NFS അപ്പോൾ നമ്മുടെ ഇതാണ് NFS. നല്ല കാർ റേസിങ്ങും ഒക്കെയുള്ള നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റുന്ന എന്നാൽ വലിയ MB സൈസ് ഒന്നും ഇല്ലാത്ത നല്ലൊരു കാർ റേസിങ് ഗെയിംസ് തന്നെയാണിത്. വെറും 132 MB മാത്രമേ വരുന്നുള്ളൂ. ഓൺലൈനായിട്ട് കളിക്കാൻ പറ്റുന്ന നല്ല ഗെയിം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ലിസ്റ്റിൽ തേർഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഡ്രിഫ്റ്റിംഗ് ആണ്. കാർ ഡ്രിഫ്റ്റിംഗ് ആണ് ഗൈസ് നമ്മുടെ ലിസ്റ്റിലെ തേർഡ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റിംഗ് മാക്സ് പ്രോ റേസിംഗ് ഗെയിമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോർ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നല്ല ഗെയിം തന്നെയാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ കാറെടുത്ത് കസ്റ്റമൈസേഷനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഡ്രിഫ്റ്റൊക്കെ അടിച്ചു പോകുന്നൊരു ഓൺലൈൻ ഗെയിമാണ്. കാർ റേസിന് മൊബൈലിന് പറ്റുകയാണെങ്കിൽ നല്ല ഗെയിം തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിം തന്നെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിം തന്നെയാണത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഫോർത്ത് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് റെയിലി ഫെരി അങ്ങനെ ഏതാണ്ടൊരു ഗെയിമാണ്. ഇത് ഞാൻ കളിച്ചിട്ടുള്ള ഗെയിമാണ്. ഇതെനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. നിങ്ങൾക്ക് നല്ലൊരു ഗെയിം പ്ലേ എന്ന് പറഞ്ഞാൽ ഇത്രയും 146 MB എൻ്റെ സൈസ് വരുന്നുള്ളൂ. അത്ര MBയിൽ ഇത്ര നല്ല അത്യാവശ്യം രീതിയിൽ തന്നെ ഗ്രാഫിക്സും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി വണ്ടീൻ്റെ കസ്റ്റമൈസേഷൻ ഇഷ്ടമുള്ള വണ്ടികളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗെയിം ഫുള്ളി ഓഫ്ലൈനായിട്ടാണ് വരുന്നത് ഗൈസ്. ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ ആ ഗെയിമിൽ തന്നെ എടുത്തിട്ട് റീവെൻറ്റ് ചെയ്ത് ഈ കാറൊക്കെ നിങ്ങൾ റേസിങ്ങിൽ പോകുമ്പോൾ എവിടെയെങ്കിലും തട്ടുവാണെങ്കിൽ കാറൊക്കെ റിവേഴ്സ് കൊണ്ടുപോവുകയും ഫോർസ ഹൊറിസോണിനകത്ത് കാറൊക്കെ റിവൈൻഡ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെയൊക്കെ ചെയ്യാവുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഗെയിമാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ റേസ് മാക്സ് പ്രോ കാർ റേസിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇത് ഞാൻ കളിച്ചിട്ടുള്ളൊരു ഗെയിമാണ്. നമ്മുടെ കാറൊക്കെ വിൽക്കാനും നല്ല ഓപ്പൺ വേൾഡൊക്കെ ആയിട്ടുള്ള റേസിംഗ് ഒക്കെ നടത്താനും പറ്റുന്ന നല്ല രീതിയിലുള്ള ഗെയിം തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാറിൻ്റെ മറ്റേ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഷോക്കൊക്കെ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. നമ്മുടെ സസ്പെൻഷനൊക്കെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു 148 MB മാത്രമേ വരുന്നുള്ളൂ. ഗെയിം ഫുള്ളി ഓൺലൈനായിട്ടാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഗെയിം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ
ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.